കണ്ടൻറ്റിന് വേണ്ടി ഒരു വീഡിയോ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ആണിത്. പക്ഷെ അത് തമാശയ്ക്കാണെങ്കിലും ഓക്കെ. പിന്നീട് അദ്ദേഹം അതിന് പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. കാരണം പല പല ട്രെയിനുകളിൽ കയറി ഒരുപാട് ബുദ്ധിമുട്ടും സഹിച്ച് ആളുകളുടെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളെ അയാളുടെ അധ്വാനത്തിൽ നിന്ന് കുറച്ച് കിട്ടുന്നതിന് ഇങ്ങനെ എടുത്തിട്ട് ഒരു വീഡിയോ ഇട്ട് ആസ്വദിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാനും ഒരു കച്ചവടക്കാരനായതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് എടുത്ത് ചിലപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം. പക്ഷേ മറിച്ച് ആ കച്ചവടം ചെയ്യുന്നവൻ്റെ മാനസികാവസ്ഥകളൊന്നും നോക്കണ്ട. നിങ്ങൾ അതിൽ നിന്നൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ ചിലപ്പം അയാളുടെ ലാഭമായിരിക്കും അതിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഓർത്താൽ നല്ലത്. പിന്നീട് അദ്ദേഹത്തിന് പൈസ കൊടുത്ത് കാണണം. തമാശയ്ക്കായിരിക്കും എടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. ബാക്കി വീഡിയോസിലൊന്നും കണ്ടില്ല. ഞാൻ ഒരുപാട് തിരക്കി നോക്കിയായിരുന്നു, കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു അഭ്യർത്ഥനയുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇതെവിടെ നടന്നതെന്ന് പോലും അറിയില്ല. ഒരു ട്രെയിനിൽ നടന്ന സംഭവമാണെന്ന് മാത്രം അറിയാം. പല പല ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഓരോന്ന് എടുത്തിട്ട് ഒരു വീഡിയോ ഇട്ട് ആസ്വദിക്കുകയാണ് ആ ഒരു സുഹൃത്ത് ചെയ്യുന്നത്. എന്ത് തന്നെ ആയാലും എനിക്ക് അതിനോട് യോജിപ്പില്ല. തുടക്കം തന്നെ ഒരു വെള്ളത്തിൻ്റെ പാക്കറ്റ് എടുത്താണ് അയാൾ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം കൊണ്ടുവരുന്ന മുട്ടയോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു ലേസിൻ്റെ പാക്കറ്റ് എല്ലാം നോക്കിയേ, വേറെ വേറെ പുതിയ പുതിയ ആൾക്കാരാണ് അത് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു പൊരി കൊണ്ടുവരുന്നു, അതും എടുത്തിട്ട് എന്നൊക്കെ കാണിക്കുകയാണ്.